അനന്തപുരിയിൽ പടയൊരുക്കം നയിക്കാൻ നായകൻ എത്തുന്നതിന് മുൻപ് പ്രതിനായകൻ തലസ്ഥാനത്തേക്ക്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനുവരി 11 തലസ്ഥാനത്തെത്തും. തിരുവനന്തപുരത്തെത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികളുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കും അമിത്ഷാ തുടക്കമിടും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ച BJP സ്ഥാനാർത്ഥികൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകും. NDA ഭരണത്തിൽ എത്തിയതിനെ അഭിനന്ദിച്ച് മേയർ VV രാജേഷും നഗരസഭാ മേയർ ആശാനാഥും ഉൾപ്പെട്ട പ്രദേശത്തെ കൌൺസിലർമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കത്തെഴുതിയത് തിരുവനന്തപുരത്തിന് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. CPMന്റെ ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനെ അഴിമതിയുടെ കൂത്തരങ്ങാക്കിയാണ് മാറ്റിയത്. നഗരവികസനത്തിനായി കേന്ദ്ര സർക്കാർ നൽകിയ ശതകോടികളുടെ ഫണ്ട് ദുരുപയോഗം ചെയ്തു. ഇതിന്റെ തെളിവുകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP പുറത്തുവിടുകയും ചെയ്തിരുന്നു. വികസനത്തിനു വേണ്ടിയല്ല, ഇത്തരം അഴിമതികൾ തുടരാനാണ് CPM ജനവിധി തേടിയത്. എന്നാൽ ദുർഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ CPMനെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തി. നഗരസഭയുടെ മരാമത്ത് പണികളിൽ 40 പേരും ഉദ്യോഗസ്ഥരും CPMും ചേർന്ന് കൊള്ളയടിക്കുകയായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവന്നു. ഇങ്ങനെ ഒരു കൊള്ളയ്ക്ക് നല്ല രീതിയിൽ തന്നെ കോർപ്പറേഷനിൽ പാർട്ടി ജീവനക്കാരെ കുത്തിനിറയ്ക്കുകയും ചെയ്തു. തിരുവനന്തപുരം നഗരസഭയെ പാർട്ടി സങ്കേതമാക്കി മാറ്റുകയാണ് CPM അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. വികസന പ്രവർത്തനങ്ങളും ജനക്ഷേമവും ഇവരുടെ പരിഗണനയിൽ പോലും ഉണ്ടായിരുന്നില്ല. നഗരസഭാ ജീവനക്കാരെ വലിയൊരു വിഭാഗം രാവിലെ ഓഫീസിലെത്തി ജോലി ചെയ്യാതെ ഒപ്പിട്ട ശേഷം പാർട്ടി പ്രവർത്തനത്തിന് പോകുന്ന സ്ഥിതിയും തുടർന്നിരുന്നു. മാലിന്യ നിർമ്മാർജ്ജനവും നഗര ശുചീകരണവും വെറും പേരിന് മാത്രമായി ഒതുങ്ങി. കാലാകാലങ്ങളിൽ നടക്കേണ്ട നഗരവികസനം മുടങ്ങി. നല്ലൊരു മഴ പെയ്താൽ നഗരം പലപ്പോഴും വെള്ളത്തിൽ മുങ്ങിയിരുന്നു. ഇതൊന്നും അധികാരത്തിന്റെ ഹുങ്കിൽ ആരും കണ്ടില്ല, കേട്ടില്ല. അഴിമതി ലക്ഷ്യമാക്കി ഭരിച്ചതുകൊണ്ടാണ് നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ പോയത്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോയത് എന്ന് പൊതുജനം തന്നെ അവരുടെ നേരെ വിരൽ ചൂണ്ടി പറയാൻ തുടങ്ങി. അതിനുള്ള ഒരു പരിണത ഫലം തന്നെയായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വിജയം എന്ന് പറയുന്നത്, BJPക്ക് ലഭിച്ച വിജയം എന്ന് പറയുന്നത്. ജനങ്ങളുടെ ആവശ്യങ്ങളല്ല, പാർട്ടി നയിക്കുന്നവരുടെ അവരുടെ ഇഷ്ടക്കാരുടെ ഒക്കെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെട്ടത്. ഇത് കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം നൽകിയ UDF. ഇതിന്റെ അന്ത്യം കുറിക്കാനുള്ള പദ്ധതി തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ ഇപ്പോൾ BJPയെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം വരുന്ന വിലയിരുത്തലുകൾ. തീർച്ചയായും ഇതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. അഴിമതി നടത്തിയവരെ കണ്ടെത്തി ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ നഗരസഭയ്ക്ക് ഇതുവരെ ഉണ്ടാകാതിരുന്ന വികസന പ്രവർത്തനങ്ങൾ അത് നടപ്പാക്കേണ്ടതും BJPയുടെ മുന്നിലുണ്ട്. നഗരവികസനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് അത് ശരിയായി വിനിയോഗിച്ചിരുന്നെങ്കിൽ തന്നെ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. പക്ഷേ BJP നേതൃത്വം നൽകുന്ന ഭരണസമിതിയെ നന്നായി ഭരിക്കാൻ CPM അനുവദിച്ചു എന്ന് വരില്ല എന്ന വിലയിരുത്തലുകളും പൊതുജനം ഉന്നയിക്കുന്നുണ്ട്. പല കുതന്ത്രങ്ങളും അവർ പ്രയോഗിച്ചേക്കാം. യഥാർത്ഥ വികസനം എന്താണെന്ന് ജനങ്ങളെ തിരിച്ചറിയിപ്പിക്കണം. ആ ജനങ്ങൾ തങ്ങളെ വീണ്ടും പാഠം പഠിപ്പിക്കുമെന്ന്, അഥവാ വികസനം വേണ്ട രീതിയിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജനങ്ങൾ വീണ്ടും അവരെ പാഠം പഠിപ്പിക്കുമെന്ന് അവർക്കറിയാം. ഇത്തരം വെല്ലുവിളികളെ ഇച്ഛാശക്തിയോടെ നേരിട്ട് വിജയം വരിക്കണമെങ്കിൽ പുതിയൊരു ഭരണസമിതിക്ക് വളരെ വ്യക്തമായ രീതിയിൽ മുന്നോട്ട് പോയാലേ സാധിക്കുകയുള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൂർണ്ണ പിന്തുണ ഇത് കോർപ്പറേഷനിലെ BJP നേതൃത്വത്തിന് ലഭിക്കും എന്ന് തന്നെയാണ് സൂചന. അതിന്റെ മുന്നോടിയായിട്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനുവരി 11 തലസ്ഥാനത്തേക്ക് എത്തുന്നത്. എന്തായാലും വികസിത തിരുവനന്തപുരം എന്ന ലക്ഷ്യം കൈവരിക്കാൻ BJPയുടെ നേതൃത്വത്തിന് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ, ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് തിരുവനന്തപുരത്തെ ജനങ്ങളും ഒപ്പം കേരളത്തിലെ ജനങ്ങളും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.